ആ വാ. നേരെ വീട്ടിലോട്ട് പോയിരുന്നു. കാരണം റേഷൻ കട വരെ പോവാ. ഈ മാസത്തെ റേഷൻ വാങ്ങിച്ചിട്ടില്ല. ഇന്ന് മഴയും കൂടൊന്നുമില്ല. അപ്പൊ ഇന്നങ്ങ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചപ്പം മുട്ടിൻ്റെ അടുക്കിലോട്ട് ഒരാൾ പോകുന്നുണ്ട്. നമ്മുടെ അപ്പുവിൻ്റെ ഒരു റിലേറ്റീവാണ്. പോകുമ്പോഴത്തേക്ക് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയാം ചെരുപ്പ് പൊട്ടില്ല, ചെരുപ്പ് മേടിക്കാൻ. ഇതുവരെ വാങ്ങിച്ചില്ല. ഞാൻ ചെരുപ്പ് മേടിച്ചു. ഇത് നമുക്കുള്ളത് കേട്ടോ, ജീര റൈസ്. പിന്നെ ഇത് മുട്ടിന് മേടിച്ചത് മറ്റേ അല്ലാതെ പുറത്ത് കൊണ്ടുവന്ന ചെരുപ്പ് അവന് ഞാൻ കാണിച്ച മോഡലൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് വീട്ടിലിടുന്നതും വീട്ടിലും പിന്നെ ജിമ്മിനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ളൂ. കോളേജിൽ കൊണ്ടുവന്ന ഒരു ചെരുപ്പുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്, ക്രോക്സ്. അത് മേടിച്ച് അത് ഞാൻ ഇതെല്ലാം കൂടെ അപ്പൂൻ്റെ അവിടെ കൊടുത്തിട്ട് നമുക്ക് റേഷനും മേടിച്ചുകൊണ്ട് വരാം. മോനിക്കുട്ടനെ കൂടി കൊണ്ടുപോകാം. എനിക്കത് തന്നെ അതെടുത്ത് ഒന്നിച്ചില്ലേ നമ്മൾ മേടിക്കണം റേഷൻ, ഇവിടുത്തെയും അപ്പുറത്തേയും കൂടെ ഒന്നിച്ചാണ് മേടിക്കുന്നത്. അപ്പോൾ അത് ഒന്നിച്ച് തരുന്നതുകൊണ്ട് എനിക്ക് അതെടുത്ത് വണ്ടിയിലൊക്കെ വെക്കാൻ പാടാണ്. ഒരു പ്രാവശ്യം പോയി ഒന്നിച്ച് സാധനം എല്ലാം കൂടെ എടുത്ത് എനിക്ക് എത്ര ദിവസം വയ്യായിരുന്നു. പാലിൻ്റെ ഒക്കെ സൂപ്പർ മാർക്കറ്റ് അടവായതുകൊണ്ട് പത്തനംതിട്ടയിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ബ്രെഡും മേടിച്ചു. നാളെ ഞായറാഴ്ചയല്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നെങ്കിൽ എനിക്കാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പാലൊക്കെ മേടിക്കാൻ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിപ്പോൾ അവിടെ കാടമുട്ട ഇരിക്കുന്നത്, അത് മേടിച്ചുകൊണ്ട് പോയിരുന്നു കേട്ടോ. ഞാൻ ഇതെല്ലാം കൊടുത്ത് സാധനം മേടിച്ചുകൊണ്ട് വരാം. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഈ നമ്മുടെ അടിവയറിൻ്റെ അവിടെ നമുക്ക് എന്തായാലും ഈ സിസേറിയനൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ വയറ് ചാടി കിടക്കുമല്ലോ. ആ ചാടി കിടക്കുന്ന ഭാഗത്ത് എനിക്കിന്ന് തൊടുമ്പോഴൊക്കെ ഒരു വേദനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ കിടക്കുമ്പോൾ വേദന തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഇരുന്നപ്പോഴും എല്ലാം ഭയങ്കര അസ്വസ്ഥതയും വേദനയും. വയറിനകത്തല്ല, നമ്മുടെ ഈ മാംസമില്ലേ, ആ മാംസത്തിൽ എനിക്ക് വേദന എടുക്കുന്നു. ഭയങ്കര ഭാരം തോന്നുന്നു. അല്ല, എനിക്ക് ഗ്യാസ് ട്രബിളോ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇതെനിക്ക് എന്തോ ഒരു സംതിങ് ഭയങ്കര പെയിൻ. അപ്പം ഞാൻ തിങ്കളാഴ്ച ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ RCC കാണിച്ചപ്പോൾ അവർ നമുക്ക് ഇവിടോട്ട് റെഫറൻസ് സ്കാനിങ്ങിനൊക്കെ എഴുതിയതാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറെ ഞാൻ കാണിച്ചായിരുന്നു, ലേഡി ഡോക്ടറാണ്, ഗൈനക്കോളജിയുടെ. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടറുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവിടെ പോയൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. ഞാൻ എടുക്കുന്ന RCCയിൽ നിന്ന് എനിക്ക് തന്നിരിക്കുന്ന മെഡിസിൻ, ഞാൻ എടുക്കുന്ന മെഡിസിൻ കുറച്ച് യൂട്രസ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്ക് അതിൻ്റെ എല്ലാം ചെക്കപ്പൊക്കെ ചെയ്തതാണ്. അപ്പം അന്നേരം യൂട്രസിൻ്റെ വോള് തിക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ മെഡിസിൻ കഴിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടറെ കാണും. ഇന്ന് ഡോക്ടർ ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇരിക്കുമ്പോഴും നേരെ കിടക്കുമ്പോഴും ഭയങ്കര വേദന. അവിടെ തേച്ചോ? വാ. വെള്ളം അമ്മയ്ക്ക് കുടിച്ചിട്ട് വെള്ളം വെള്ള കളറിലെ ആ പച്ചരി. കൊണ്ടുവച്ചേം വെച്ച് വാ.
അവിടെ എന്ത് വീട് പണിയാ? വീട് വെക്കുവാന്ന് അവിടെ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളയല്ലേ, തുറക്ക്. പുതിയ സിനിമ ഇറങ്ങി നാളെ ഇല്ലേ? സാധനമൊക്കെ വാങ്ങിച്ചു. മോനിക്കുട്ടനെല്ലാം എടുത്തോണ്ട് വന്നു കേട്ടോ. പിന്നെ പച്ചരി ഇവിടുത്തെ വെച്ചിട്ട് ഇച്ചിരല്ല, പച്ചരി ഇവിടുത്തെ തീർന്നായിരുന്നേ. അപ്പം പച്ചരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അവിടെ ഇരിപ്പുണ്ട് പച്ചരി വീട്ടില്. നമ്മുടെ എന്താ ഇത്രയും കൂടെ ഉള്ളതായിരുന്നു, എന്താ തീർന്നായിരുന്നു. ഇന്നലെ ഉച്ചക്കില്ലേ 2 സിനിമ ഉണ്ടായിരുന്നു. കുത്തരി, വെള്ള കുത്തരിയാണ് കിട്ടിയത്. പിന്നെ നമ്മളിവിടെ കൊണ്ടുവരാറില്ല, അവിടെ അമ്മയ്ക്ക് കൊടുക്കും ഏത് കുത്തരി കിട്ടിയാലും. റേഷൻ കറി കഴിക്കത്തില്ലെന്നൊന്നുമില്ല കേട്ടോ. റേഷൻ കറിയിൽ നിന്ന് കഴിക്കുന്ന കുത്തരിയും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ കിട്ടുന്ന ചാക്കരി മാത്രം ഞാൻ കഴിക്കത്തില്ല. പിന്നെ കഴിക്കത്തില്ലെന്ന് വെച്ചാൽ ചോറ് വെച്ച് കൂട്ടി അങ്ങനെ കഴിക്കാൻ എനിക്ക് ഒരു ഇഷ്ടമല്ലേ. പക്ഷെ ഞാൻ അതിൽ ചെറു കഷ്ണം റൈസ് ഉണ്ടാക്കിയായിരുന്നു, ബിരിയാണി ചോറ് പോലെ. അന്നേരം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ കഴിച്ചു. ഇതൊക്കെ അമ്മ തയ്ച്ചെടുത്ത സഞ്ചികളാ കേട്ടോ. വെച്ചതാട്ടോ. നമുക്ക് ഒരു 3-4 കാടമുട്ട എടുക്കാം. ചുമ്മാ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. നാലെണ്ണം എടുക്കും. ഇത് നമുക്ക് നാളെ വൈകുന്നേരം ദൈവം അനുവദിച്ചാൽ ചായക്കടി ഉണ്ടാക്കാം കേട്ടോ. റോസ്റ്റ് ചെയ്യാൻ ഞാനൊരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഉള്ളി ഇട്ടാലുള്ള ടേസ്റ്റ് വേറെയാണ്. പിന്നെ ഞാൻ നമ്മുടെ മണി പ്ലാന്റ് ഫ്ലവർ വേസിലാക്കിയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത് മൂലയ്ക്ക് വെക്കാതെ കാണാത്തക്ക പോലെ വെക്കാം കേട്ടോ. ഞാൻ ഇവിടോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മൂലയ്ക്ക് നിന്ന് മാറ്റിയേ. എന്തുവാ, ഇന്നലെ ദോശയുടെ കൂടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ അത് മോനിക്കുട്ടന് ഇഷ്ടപ്പെട്ടു. ഇന്നും അത് തന്നെ മതിയെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മല്ലിയില തിരക്കി നടന്നു. അപ്പോൾ മല്ലിയില കിട്ടിയതും ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ചമ്മന്തി ഇഷ്ടപ്പെട്ടു, ഇന്നും ദോശയും ചമ്മന്തിയും മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ വന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ആയിരുന്നു. എൻ്റെ കൈ അങ്ങ് നീങ്ങും. എൻ്റെ ഇപ്പോഴത്തെ ഒരു മാറ്റം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാട്ടോ. പ്രത്യേകതരം എന്തായിരുന്നു മാറ്റം എന്താണെന്നറിയാമോ? എനിക്ക് ഭയങ്കര പേടി തോന്നും മനസ്സിൽ. നമ്മളൊരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നത്തില്ലേ? ആ ഒരു പേടി എനിക്ക് സർവ്വസമയം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. എനിക്ക് ഇരുട്ട് പേടിയാണ്, അടച്ചു പൂട്ടിയ മുറി എനിക്ക് ഭയമാണ്. അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഈ ഒരു അസുഖത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. ഞാൻ എന്താ മുത്തിനെ കൊണ്ടുവിടാൻ നമ്മുടെ ആ ബസ്സിൽ കയറി. എൻ്റെ ദൈവമേ, കയറുമ്പോൾ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോഴത്തേക്ക് അവർ ഡോറെല്ലാം ക്ലോസ് ചെയ്തു. നീല വെളിച്ചം മാത്രം അതിനകത്തെ, ഗ്ലാസ് ഒന്നും ഓപ്പൺ അല്ല. എനിക്ക് എൻ്റെ ദൈവമേ, ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു അതിനകത്ത് കേട്ടോ.
കിടക്കുമ്പോൾ എനിക്ക് എല്ലാവരും കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കിടന്ന് കണ്ണടച്ച് മുറുക്കടച്ച് കിടക്കുമ്പോൾ എനിക്ക് പിടച്ചിൽ തോന്നുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കും. എഴുന്നേറ്റ് എനിക്ക് ഡോറ് കാണണം. ആ വണ്ടിയുടെ ഡോർ എവിടെയാണോ അവിടെയൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അത് ക്ലോസ്ഡ് ആണ്, പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് നോക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയില്ല, അന്നേരം എനിക്ക് ആ തിയേറ്ററിൽ കയറി ഇല്ല ക്ലോസ്ഡ് ആണെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം അതിൻ്റെ കൂടെ വല്ലാത്ത ഒരു അകാരണമായിട്ടുള്ള ഭയം എന്നെ വേട്ടയാടുകയാണ്. സത്യം എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെഞ്ചിലൊരു വലിയ ഭാരം എടുത്തു വെച്ചിരിക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ മൂഡ് ഓഫ് ആകരുത്, നല്ല പോസിറ്റീവായിട്ടിരിക്കണം, എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ഇങ്ങനെ ഡൗൺ ആവരുത് എന്നൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ചില സമയത്ത് എൻ്റെ കൈവിട്ട് പോവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് സെൻറ്റി പോകും. ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ട് വരട്ടെ. പിന്നെ ഏതൊരു വ്യക്തിയാണെങ്കിലും നിരന്തരം ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആകുമ്പം സമനില തെറ്റിപ്പോവും. ദിവസങ്ങളായിട്ടുള്ള അവസ്ഥയിൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ആ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഉള്ളി അരിഞ്ഞോണ്ടാട്ടോ കണ്ണു നിറം. മുട്ട വെന്തുവെന്ന് വിശ്വസിച്ച് വാങ്ങി വെക്കാം. എൻ്റെ തലയൊക്കെട്ടൊക്കെ അരിച്ചൊന്ന് സ്വസ്ഥമായിട്ട് വരാം. തിരിച്ച് തണുത്തോളമൊക്കെ ഒഴിച്ചു വെക്കട്ടെ. വെളിച്ചെണ്ണയൊക്കെ ഞാൻ വളരെ കുറവാണ് എടുക്കുന്നത്. പക്ഷേ എത്ര വിചാരിച്ചാലും വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയുന്നില്ല കേട്ടോ. അളവ് മാത്രമേ ഇച്ചിരി കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചു. റോസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ഒന്ന് കപ്പലണ്ടി വാരി ഇടുന്ന പോലെ അങ്ങ് വായിലോട്ട് ഇട്ട് അങ്ങ് ചവച്ചു. നമ്മൾ ഇതിനകത്തൊരു ഉമ്മണി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അധികം എരിയൊന്നും വേണ്ടാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയൊക്കെ ചേർക്കും, വേണ്ടവർക്ക് ചേർക്കാം. ഇവിടെ ഒരുപാട് എരി വന്നാൽ എന്നെ ഇവിടുന്ന് ഓടിക്കും. ഞാനതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല. നമ്മൾ ഇച്ചിരി ഇതും കൂടെ മുളക് പൊടിയും കൂടെ ചേർക്കും. ഒരു ശകലം മുളക് പൊടി കേട്ടോ, എരി അധികം വേണ്ട, അതുകൊണ്ടാണ്. അതിനകത്തുണ്ട് ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി അങ്ങോട്ട് ചേർക്കട്ടെ. ഒരു കുഞ്ഞി തക്കാളി കേട്ടോ, ഇമ്മിണി കുഞ്ഞി തക്കാളി. നമ്മുടെ മുട്ടയും ചെറുതാണല്ലോ, നല്ല കഷ്ണങ്ങളൊരു തക്കാളി അങ്ങോട്ട് അരച്ച് ചേർത്ത്. ചോറിന് വേറെ കറികളൊന്നുമില്ല, അതുകൊണ്ടാണ് പിന്നെ നമ്മളിതുപോലെ ഡ്രൈ ആക്കി എടുക്കാഞ്ഞത് കേട്ടോ. മുട്ട ഞാൻ കപ്പലിന്റെ കൂട്ട് തിന്നു. 4 മുട്ട ഞാൻ എടുത്തായിരുന്നു, ഇപ്പൊ 3 ഉള്ളേ. ഇനി വന്ന് പേർക്ക് തിന്നുകളെ ഞാൻ ഇട്ടേക്കാം. ചോറിന് പിന്നെ ഞാൻ വേറെ കറി പിന്നെ ഉണ്ടാക്കണം. ഡ്രൈ ആക്കി എടുത്ത് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഇപ്പോൾ നമുക്ക് വേറെ കറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇമ്മിണി ഗ്രേവി എന്ന് പറയുന്നില്ല, എന്നാലും കഴിഞ്ഞു. 8 മണിയായി, നമുക്ക് അത്താഴം കഴിക്കാം.
ബസ് അധികം അങ്ങോട്ട് മിനുക്ക് പണിക്ക് പോയാൽ ശരിയാവും. മോനിക്കുട്ടോ വാ, ദേ ഒരു മാങ്ങ കൂടിയിട്ടുണ്ട്, അതും കൂടി കൂട്ടി നമുക്ക് കഴിക്കും. അവന് പറയണം. അതത്രേ ഉള്ളു. നീ മുറിച്ചു വെച്ചില്ലയോ? മോര് വേണോ? ഇതെന്തോ അത് ഉണക്കമീൻ തോരൻ, അത് വേണോ? നല്ല മോര്. എൻ്റെ ചോറ്. ഞാനും ഇമ്മണി മോരൊഴിക്കട്ടെ. നിറച്ച് മോരൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിമുട്ട. എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, നിങ്ങളോട് ഞാൻ പറയാണ്, എനിക്ക് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പ്രിയങ്ങളെ, പക്ഷെ പറ്റുന്നില്ല. എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സ് പിടിവിട്ട് പോകുന്ന പോലെ തോന്നുവാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കുക കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ ചിരിയോടെ സന്തോഷത്തോടെ വരണമെന്നാണ് എനിക്കും ആഗ്രഹം. പക്ഷേ എനിക്കത് ചിലപ്പോഴൊക്കെ നടക്കാതെ പോവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് ദേഷ്യപ്പെടരുത്, പിണങ്ങരുത്, ബോറടിക്കുന്നൊന്നും തോന്നരുത്. മനുഷ്യരല്ലേ, ജീവിതമല്ലേ, നോക്കട്ടെ കേട്ടോ. ഓക്കെ ആകുമെന്നുള്ള പ്രതീക്ഷയോടെ പോവാം. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.